ഇന്ന് നമുക്ക് മുസാറ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇത് ഗോതമ്പിൻ്റെ പാലെടുത്തിട്ട് കുറുക്കിയെടുക്കുന്നതാണ്. 1/4 കപ്പ് ഗോതമ്പ് എടുത്തിട്ട് ഒരു 4 മണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്തെടുത്താണ്. ഞാൻ തൊലി കളഞ്ഞ ഗോതമ്പ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്ത ശേഷം വെള്ളം കളഞ്ഞിട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് നമുക്ക് ലേശം വെള്ളം കൂടെ ചേർത്തിട്ട് അടിച്ച് വെച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ചണ്ടിക്കൊന്ന് മാറ്റിയെടുക്കണം. അതിൻ്റെ പാല് മാത്രം കേട്ടോ നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ലേശം നമുക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ പാല് ഫുള്ളായിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ അതിൻ്റെ പാല് ഫുള്ളായിട്ട് കിട്ടുന്നത് വരെ ഈ രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചണ്ടി മാത്രമായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി അതിൻ്റെ പാല് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഈ പാനിലാട്ടത് വിരകി എടുക്കുന്നത്. അതല്ലെങ്കിൽ അടിവശം നല്ല കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ. നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ അടിവശം നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക. അതല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ എടുത്ത പാല് ഒന്നും കൂടെ ഒരു അരിപ്പയിലൂടെ വേണമെങ്കിൽ അരിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അരിച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് അതിൻ്റെ ചണ്ടൊക്കെ കിടക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പാലൊന്നുകൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഒരു വലിയ തേങ്ങയുടെ പാല് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാലിന് പകരം നമുക്ക് വേണമെങ്കിൽ പശുവിൻ പാൽ എടുക്കുക. പക്ഷേ പശുവിൻ പാലിനെക്കാട്ടിലും ഒന്നുകൂടെ ടേസ്റ്റ് തേങ്ങാപ്പാലാട്ടോ. ലേശം കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരുപാട് കട്ടി വേണ്ട, കുറച്ചൊന്ന് ലൂസ് ആയിക്കോട്ടെ. ഇതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാതെയും തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് സാവധാനം കുറുക്കിയെടുക്കണം കേട്ടോ. ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കണ്ട, വളരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ. നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ലേശം ഏലക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലേശം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് ഒരു 3-4 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ചേർത്തിട്ട് വേണം കേട്ടോ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ആ നെയ്യിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് സാവധാനം ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ ഏതാണ്ട് ഇങ്ങനെ കുറുകി വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ലേശം കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറേശ്ശെ നെയ്യും കൂടെ ഇങ്ങനെ ചേർത്തിട്ട് വേണം കേട്ടോ കുറുക്കി എടുക്കാനായിട്ട്. ഞാൻ ഈ ഒരു തിക്നെസ്സിലാട്ടോ ഇത് വാങ്ങിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കായിട്ട് ലേശം നെയ്യിൽ കിസ്മിസ് ഒന്ന് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്നട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് ഒന്ന് സോക്ക് ചെയ്ത ശേഷം ലേശം ഉപ്പ് ചേർത്ത് വേവിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ.